ഹലോ, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മിക്സഡ് ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2022 നോബൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിലുള്ള. അപ്പോൾ അത് വന്നത് എങ്ങനെയാണ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 2022 മെഡിസിൻ വിഭാഗത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം PSC ചോദിക്കാനിടയായത്. അപ്പം നമ്മൾ ആ 2019, 2022 അങ്ങനെ ഒരുപാട് ഡേറ്റുകൾ നമ്മുടെ പുതിയ SCERT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് തന്നെ കേട്ടോ ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് തപ്പി ഉണ്ടാക്കിയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്ക് ആവർത്തിച്ചതൊക്കെ ഓരോ ടോപ്പിക്ക് ഞാൻ തപ്പി ഉണ്ടാക്കിയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിലേക്ക് എല്ലാതും ഉണ്ട് കേട്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ബോക്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇനി അടുത്ത വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇടാൻ അങ്ങോട്ട് കഴിയണില്ല, കാരണം എനിക്കും പഠിക്കേണ്ട, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, 2024 പാരീസ് ഒളിമ്പിക്സിൽ മാരത്തോൺ നീന്തൽ മത്സരങ്ങളും ട്രയലത്തോൺ നീന്തൽ മത്സരങ്ങളും നടന്നത് സെയിം നദിയിലാണ്. ചിലപ്പോൾ ഇതായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് കേട്ടോ. സൗണ്ടിൻ്റെ റെഡി ആയിട്ടില്ല കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം വീഡിയോ കാണുന്നവർ. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ മാരത്തോൺ നീന്തൽ മത്സരങ്ങൾ ട്രയലത്തോൺ നീന്തൽ മത്സരങ്ങളും എവിടെയാണ് നടന്നത്? സെയിൻ നദിയിലാണ് കേട്ടോ. 2024 ഗെയിംസിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു സെയിൻ നദി എന്ന് പറയുന്നത്. ഈക്കോളി ബാക്ടീരിയയുടെ അളവ് സെയിൻ നദിയിൽ കൂടുതലായതിനാൽ നീന്തലിന് അനുയോജ്യമല്ലായിരുന്നു. ഇത് പരിഹരിക്കുകയും മത്സര ഇനങ്ങൾക്ക് അനുയോജ്യമാക്കുകയും ചെയ്തു. ഒളിമ്പിക്സിന് മുമ്പായി പാരീസ് മേയർ ആനി ഹിഡാൽക്കോ വിവാദങ്ങൾക്ക് മറുപടിയായി സെയിൻ നദിയിൽ നീന്തുകയും ചെയ്തു. അവരുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ മാരത്തോൺ നീന്തൽ മത്സരങ്ങളും ട്രയലത്തോൺ നീന്തൽ മത്സരങ്ങളും ഏത് നദിയിലാണ് നടന്നതെന്നാണ്. സെയിൻ നദിയിലാണ് കേട്ടോ നടന്നിരിക്കുന്നത്. അത് 2024 ഗെയിംസിലെ കേന്ദ്ര ബിന്ദുവായിരുന്നു സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നദി കേട്ടോ. അതിൻ്റെ കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചാൽ ഈക്കോളി ബാക്ടീരിയയുടെ അളവ് സെയിൻ നദിയിൽ കൂടുതലായിരുന്നു, അപ്പോൾ അത് അനുയോജ്യമല്ലായിരുന്നു. പിന്നീട് അത് റെഡിയാക്കി അത് മത്സര ഇനങ്ങൾക്ക് അനുയോജ്യമാക്കി. പിന്നീട് എന്തായി, പാരീസ് മേയർ ആനി ഹിഡാൽക്കോ വിവാദങ്ങൾക്ക് മറുപടിയായിട്ട് ആ നദിയിൽ നീന്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഇനി പത്മശ്രീ അവാർഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ചെറുവയൽ രാമന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇതാണ് പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനുമായി 2023 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിക്കുന്നു. ചെറുവയൽ രാമനാണ് 2023 പത്മശ്രീ ലഭിച്ചിട്ടുള്ള മലയാളി കൂട്ടത്തിൽപ്പെട്ടത് കേട്ടോ, ചെറുവയൽ രാമൻ. അപ്പോൾ അതെന്തിനായിരുന്നു? പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ 2023. ഇനി ഇവരെയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം നമുക്ക്. ശ്രീമതി ലക്ഷ്മിക്കുട്ടി, പിന്നെ കുറേ വർഷം പിന്നിക്കുള്ളതല്ലേ ചോദിക്കണത്, അപ്പോൾ ഇത് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. 2018 പത്മശ്രീ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിൽ നിന്നും സ്വീകരിക്കുന്നു. ശ്രീമതി ലക്ഷ്മിക്കുട്ടി കേട്ടോ. എന്തിനായിരുന്നു? പരമ്പരാഗത ഔഷധ ചികിത്സാ രീതിക്കായിരുന്നു പത്മശ്രീ അവാർഡ് 2018 ശ്രീമതി ലക്ഷ്മിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരിൽ നിന്നായിരുന്നു? ശ്രീ രാംനാഥ് കോവിന്ദിൽ നിന്നായിരുന്നു കേട്ടോ. ഈ രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ചരക്ക് സേവന നികുതി അഥവാ GST കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഭരണഘടനയുടെ 101ാം ഭേദഗതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നു. പലതരത്തിലുള്ള നികുതികൾ ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലൂടെ സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുകയാണ് GSTയുടെ ലക്ഷ്യം. GSTയിൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ പല നിരക്കുകളുണ്ട്. GSTയിൽ നിന്നും ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളുമുണ്ട്. GSTയുടെ ഘടന താഴെ പറയുന്നു. നാം നൽകുന്ന GSTയുടെ 50% കേന്ദ്ര സർക്കാരിനും 50% സംസ്ഥാന സർക്കാരിനും 50% കേന്ദ്ര സർക്കാരിനും ലഭിക്കുന്നു. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. 50% സ്റ്റേറ്റ് GSTയും 50% സെൻട്രൽ GST ആയിട്ട് ലഭിക്കുന്നുണ്ട്. നാം കൊടുക്കുന്ന GST കേട്ടോ, അതാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇപ്പം നമ്മൾ നിലവിൽ 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ GST സ്ലാബുകൾ വന്നിട്ടുണ്ട്. ഇതിന്ന് 18ഉം 28ഉം ഒഴിവാക്കിയിട്ടുമുണ്ട് കേട്ടോ. ഇതിൽ 18ഉം 28 എന്ന് പറഞ്ഞിട്ടുള്ള സ്ലാബുകൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. നിലവിലുള്ളത് 5%, 18%,
പിന്നെ 0, പിന്നെ 40 കേട്ടോ. 0% പിന്നെ 40% നിലവിലുള്ള സ്ലാബ് എന്ന് പറയുന്നത് കേട്ടോ. 0, 5, 18, 40 0, 5, 18, 40 നിലവിലുള്ള GST സ്ലാബ് എന്ന് പറയുന്നത് കേട്ടോ. 12% 28% പഴയ സ്ലാബാണ്. അത് നീക്കം ചെയ്തിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരുന്ന പുതിയ GSTയിൽ 12%, 28% ഉണ്ടാവില്ല. പകരം 0, 40 ഉണ്ടായിരിക്കുക കേട്ടോ. 0, 5, പിന്നെ 18, 40 ഇതാണ് പുതിയ GST സ്ലാബ് എന്ന് പറയുന്നത് കേട്ടോ. ഇതെന്തായാലും നിർബന്ധമായിട്ട് ഓർത്തിരിക്കണേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ 0 എന്ന് പറഞ്ഞിരിക്കുന്ന സ്ലാബ് വന്നിട്ട് ജീവൻ രക്ഷാ മരുന്നുകളിലാണ് കേട്ടോ ഉള്ളത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 5% ദൈനംദിന ആവശ്യ വസ്തുക്കളിലാണ് 5% ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 18% സ്റ്റാൻഡേർഡ് ഉപയോഗ വസ്തുക്കൾക്കാണ് കേട്ടോ. പിന്നെ ആഡംബര വസ്തുക്കളിലാണ് 40% കൊടുത്തിരിക്കുന്നത്. ആഡംബര വസ്തുക്കളിൽ ഈടാക്കുന്നതാണ് 40% GST എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. 0% ജീവൻ രക്ഷാ മരുന്നുകൾ, 5% ദൈനംദിന ആവശ്യ വസ്തുക്കൾ, 18% എത്രയാണ് ഏതാണ് സ്റ്റാൻഡേർഡ് ഉപഭോഗ വസ്തുക്കൾ, 40 ആഡംബര വസ്തുക്കളിലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക. പിന്നെ സ്റ്റാറ്റ് പറഞ്ഞിട്ടൊരു സമിതി 2025 ഡിസംബറോടെ നിലവിൽ വരും. അത് അതിലുള്ള തർക്കങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ്. അപ്പോൾ ഇത്രയും ഇതിലൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 101 ഭേദഗതിയാണ് 2017 ജൂലൈ 1 നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണേ. പിന്നെ ഇതിലുള്ള സ്ലാബുകളും. ഇനി ഇവിടെ ഡാർട്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ്. നമുക്കത് കൂടെ നോക്കാം. നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സുനാമി എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഡാർട്ട് എന്ന് പറയുന്നത് സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് കേട്ടോ. ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഡാർട്ട് രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണേ. ആ കൂട്ടത്തിൽ ഈ സുനാമിയുടെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് നോക്കിക്കോളൂ. T സൈലൻ്റ് ആണ്. TSUNAMI TSUNAMI. സ്പെല്ലിംഗ് കറക്ഷനിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. സുനാമി കേട്ടോ. അസസ്മെൻറ്റും ഉണ്ട് ഇവിടെ. അസസ്മെൻറ്റ് നോക്കാം. ASSMENT മെൻറ്റ് ASSESS മെൻറ്റ് അസസ്മെൻറ്റ് ഇതും കൂടെ ഒന്ന് നോക്കണേ. ഇനി അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത് കേട്ടോ. കവചം നോക്കാം. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പാണ് കവചം എന്ന് പറയുന്നത് കേട്ടോ. കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് കവചം എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിനുള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അത് നോട്ട് ചെയ്തേക്കണേ. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള SMS ആണ് പറയുന്നത് കേട്ടോ. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും സൈറൻ, സ്ട്രോബ് ലൈറ്റ്സ് ശൃംഖല പ്രവർത്തിപ്പിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലങ്ങളിൽ നടപടി സ്വീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കവചം ട്ടോ. അത് നമ്മുടെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ട് മുഴുവൻ പ്രദേശങ്ങളെയും ഒരു ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് ഈ കവചം എന്ന് പറയുന്നത്. അത്തരത്തിൽ ആദ്യത്തെ അത്തരത്തിൽ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ്, രാജ്യത്തെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് കേട്ടോ. ഒരു SMS ലൊക്കേഷൻ ബേസ്ഡ് SMS വഴിയാണ് ഇത് പ്രവർത്തിക്കുക. കൂടാതെ ഉണ്ടാക്കിയ സൈറൺ വഴിയും സ്ട്രോബ് ലൈറ്റ് ശൃംഖല പ്രവർത്തിപ്പിച്ചിട്ടും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കവചം ഒന്ന് ഓർത്തിരിക്കണേ. ഇനിയാണ് നവകേരള മിഷൻ. കേരളത്തിൻ്റെ സമഗ്ര വികസന കാഴ്ചപ്പാടോടെ 2016 ആരംഭിച്ച ഒരു കർമ്മ പദ്ധതിയാണ് നവകേരള മിഷൻ.
ആരോഗ്യ മേഖലയിൽ ആർദ്ര മിഷൻ, സമ്പൂർണ്ണ പാർപ്പിടം ഉറപ്പാക്കുന്ന ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ലക്ഷ്യമിടുന്ന വിദ്യാകിരണം, ജലസംരക്ഷണ, മാലിന്യ സംസ്കരണം, ജൈവകൃഷി പ്രോത്സാഹനം എന്നിവ ഉൾക്കൊള്ളുന്ന ഹരിത കേരള മിഷൻ എന്നീ 4 പ്രധാന മിഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ 4 മേഖലകളിലെയും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് മിഷന്റെ പ്രധാന ലക്ഷ്യമായിട്ടുള്ളത്. നിലവിലുള്ള 4 മിഷനുകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കേരള പുനർനിർമ്മാണ പദ്ധതി കൂടി ഉൾപ്പെടുത്തി 2021 മുതൽ നവകേരള മിഷൻ 2.02 നടപ്പാക്കി വരുന്നു. പുതിയ വെല്ലുവിളികളെയും രണ്ടാം തലമുറ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് വികസനത്തിൻ്റെ നേട്ടങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയിലേക്ക് കേരളത്തെ നയിക്കുക എന്നതാണ് നവകേരള മിഷൻ 2.02 ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2016 നവകേരള മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. 4 പ്രധാന മിഷനുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആർദ്ര മിഷൻ ഉണ്ട്, പിന്നെ ലൈഫ് മിഷൻ ഉണ്ട്, പിന്നെ വിദ്യാകിരണമുണ്ട്, പിന്നെ ഹരിത കേരള മിഷൻ എന്നിങ്ങനെയുള്ള 4 പ്രധാന മിഷനുകളാണ് നവകേരള മിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കൂടാതെ നവകേരള മിഷൻ 02 നടപ്പിലാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടോ. എന്നാണ് തുടങ്ങിയത്, ഏതൊക്കെ മിഷനുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പോയിന്റ് ആക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ. ദേശീയ തലത്തിൽ 1950 സ്ഥാപിതമായ ആസൂത്രണ കമ്മീഷൻ 2014 വരെയാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? നീതി ആയോഗാണ് അല്ലേ. നീതി ആയോഗാണ് ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അല്ലേ. PSCയുടെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലേ. 2015 ജനുവരി 1 ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തിക വളർച്ച, സാമൂഹ്യ ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നീതി ആയോഗിൻ്റെ ഘടനയെ നമുക്കൊന്ന് നോക്കാം. അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിട്ടുണ്ടാവും. പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഉപാധ്യക്ഷനുണ്ടായിരിക്കും. പിന്നെ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ, ഈ 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങളായിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിലെ അധ്യക്ഷനാരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേറിയാണ് കേട്ടോ. വൈസ് ചെയർമാൻ സുമൻ ബേറി കേട്ടോ. പിന്നെ CEO ആരാണ്? CEO BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കറണ്ട് അഫെയർ ആണ്, എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ PSC പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇതിൻ്റെ ആളുകളെയൊക്കെയാണ്, ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം പഠിച്ചു വയ്ക്കുക അല്ലേ. ഇത് നോക്കൂ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെ ഇനി പറയുന്ന നിലയിൽ സംഗ്രഹിക്കാം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ. ഉൾപ്പെടുന്നത് ഏത് ചോദിച്ചിട്ട് മുന്നേ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക, സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക, നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, ആഗോള വൈവിധ്യം വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായും രാജ്യങ്ങളുമായും സഹകരിക്കുക, തന്ത്രപരമായും ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അപ്പം ഇത്രയാണ് നമ്മുടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കണേ. ഇത് ഉൾപ്പെടുന്നത് ഏത് എന്ന് പറഞ്ഞിട്ട് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ ഘടന ഇത് നോക്കണേ. ഇനി നമുക്ക് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇത്രയും നമുക്ക് നോക്കാനുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. 1991 സാമ്പത്തിക പരിഷ്കരണം. 91 സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ഇന്ത്യയെ നയിച്ച സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ചുവടെ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉയർന്ന ധനക്കമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്, ലോക കമ്പോളത്തിൽ വന്ന മാറ്റം, സ്വതന്ത്ര വിപണിക്ക് അനുകൂലമായ വാദഗതികൾ, 1990 ഗൾഫ് യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, വ്യവസായവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച, ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുതിയ 91 സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതും ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇതും ചിലപ്പോൾ ഇങ്ങനെ പെടുന്നത് ഏത് പെടാത്തത് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഈ പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക. വിവിധ മേഖലകളിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നിവയായിരുന്നു ഈ പരിഷ്കരണങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഈ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സവിശേഷതകളെ പൊതുവെ LPG എന്ന ചുരുക്കപ്പേരിലാണ് വിളിക്കുന്നത്. എന്താണ് LPG? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയാണ് LPG എന്ന് പറയുന്നത് കേട്ടോ. LPQയിൽ നിന്ന് LPGയിലേക്കുള്ള മാറ്റമാണ് ഈ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അപ്പോൾ എന്താണ് നമുക്ക് ഉദാരവൽക്കരണം എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്ന നയപരമായിട്ടുള്ള മാറ്റമാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതിനെയാണ് എന്താണ് ഈ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതുവഴി കൂടുതൽ ഫ്രീ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി പ്രധാനമായും ഇനി പറയുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? വ്യവസായ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തി, ധനകാര്യ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വിദേശ വ്യാപാര മേഖലയിലെ പരിഷ്കാരങ്ങൾ തുടങ്ങിയവയാണ് ഉദാരവൽക്കരണം വഴി നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സ്വകാര്യവൽക്കരണം? അതന്നെ അറിയാമല്ലേ. പൊതുമേഖലയുടെ പങ്ക് കുറച്ചു കൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. സ്വകാര്യവൽക്കരണ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഓഹരി വിൽപ്പനയിലൂടെയാണ് നിക്ഷേപം പിൻവലിക്കൽ നടപ്പാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായ നിക്ഷേപം മൂലധനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇത് പ്രധാനമായിട്ടും 4 രീതിയിലാണ് ഉള്ളത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള നിക്ഷേപവും മൂലധനം എന്ത് ചെയ്യും? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഈ സ്വകാര്യവൽക്കരണത്തിൽ നടപ്പാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലയുടെ പങ്ക് കുറച്ചു കൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കലാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതിലൂടെ ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറയ്ക്കുകയും വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടി യോജിപ്പിക്കലാണ് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. ഇതിലൂടെ ഇറക്കുമതി തീരുവകൾ പതിയെ കുറച്ചു കൊണ്ടുവരികയും പിന്നെ വിദേശ നിക്ഷേപങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വ്യാപാരം, മൂലധന നിക്ഷേപം, സാങ്കേതിക വിദ്യയുടെയും മനുഷ്യവിഭവങ്ങളുടെയും കൈമാറ്റം തുടങ്ങിയവയെ കൂടുതൽ ആഗോളീകരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും സാമ്പത്തിക നയങ്ങളാണ്. ഈ നയങ്ങളുടെ അനന്തരഫലമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ അമർത്യ സെൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ആഗോളവൽക്കരണം ഒരു നയമല്ല, പ്രതിഭാസമാണ്. ഇത് ആരുടെയാണ്? അമർത്യ സെന്നിൻ്റെ വാക്കുകളാണ്. സമ്പദ് വ്യവസ്ഥകളെ കൂടുതൽ ആശ്രയത്വമുള്ളതും കൂട്ടിച്ചേർക്കുന്നതുമായ നയങ്ങളുടെ പരിണിത ഫലമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതോടെ ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് ലോക വ്യാപാര സംഘടനയും ആഗോള ഉൽപ്പന്നം നിർണ്ണയിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ലോക വ്യാപാര സംഘടനയെക്കുറിച്ചും അറിയണം, ബഹുരാഷ്ട്ര കമ്പനികളെക്കുറിച്ചും അറിയണം. എന്താണ് WTO എന്ന് പറയുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരത്തിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് WTOയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. താരിഫുകളും മറ്റ് വ്യാപാര തടസ്സങ്ങളും കുറച്ച് ന്യായമായ മത്സരം പ്രോത്സാഹിപ്പിച്ച് വ്യാപാര ചർച്ചകൾക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുന്നത് WTO ആണ്. 1995 WTO സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇന്ത്യ ഉൾപ്പെടെ 166 രാജ്യങ്ങളാണ് WTOയിൽ അംഗമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. 1995 സ്ഥാപിതമായത്. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. പിന്നെന്താണ്? അംഗരാജ്യങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരത്തിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നതാണ് WTOയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്.
ബഹുരാഷ്ട്ര കമ്പനികൾ അന്താരാഷ്ട്ര വാണിജ്യവും വ്യാപാരവും രൂപപ്പെടുത്തുകയും ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്പനികളാണ് MNCs എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഉൽപ്പാദനത്തിൽ ഏർപ്പെടുന്ന ഈ കമ്പനികൾക്ക് വികേന്ദ്രീകൃത മാനേജ്മെന്റ് ഘടനയാണ് ഉള്ളത്. പ്രാദേശിക വിഭവങ്ങൾ, വൈദഗ്ധ്യ വിപണികൾ എന്നിവ ഇവർ പ്രയോജനപ്പെടുത്തുന്നു. പ്രാദേശിക വിഭവങ്ങളെയും വൈദഗ്ധ്യം പിന്നെ വിപണികൾ എന്നിവയാണ് MNCs പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഓർത്തിരിക്കണേ. കേരളം വിജ്ഞാന സമൂഹത്തിലേക്ക്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കായി കേരളത്തിൽ സംഗീതവും സാങ്കേതികവും നൂതനവുമായ പരിജ്ഞാനം നൽകാനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, KDISC, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയവയാണ് പ്രവർത്തിച്ചത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി കേരളത്തെ ഒരു ആഗോള ഡിജിറ്റൽ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2020 സ്ഥാപിച്ചതാണ് ഡിജിറ്റൽ കേരള എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ്, സൈബർ സുരക്ഷ, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ ഉയർന്ന നിലവാരമുള്ള മാനവശേഷി വളർത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള 2020 സ്ഥാപിച്ചത് അല്ലേ. നിർമ്മിത ബുദ്ധി, പിന്നെ ഡാറ്റ സയൻസ്, സൈബർ സുരക്ഷ, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ ഉയർന്ന നിലവാരമുള്ള ഒരു മാനവശേഷി വളർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, KDISC കേട്ടോ. കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായും നവീകരണത്തിൻ്റെയും കേന്ദ്രമായും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2018 രൂപീകരിച്ച ഒരു സമിതിയാണ് KDISC എന്ന് പറയുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ, ഉൽപ്പന്നങ്ങൾ, പ്രക്രിയകൾ എന്നിവയിലെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, നൈപുണ്യ വികസന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ചുമതലകളായിട്ട് കൊടുത്തിട്ടുള്ളത്. യുവാക്കളിൽ നൂതന തത്വം വളർത്തുന്നതിനായി KDISC നടത്തുന്ന പദ്ധതിയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, YIP എന്ന് പറയുന്നത് കേട്ടോ. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. YIP വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളെ പ്രൊജക്റ്റുകളാക്കി മാറ്റുവാനുള്ള പിന്തുണ നൽകുന്നു. കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറ്റുവാനും വിദ്യാസമ്പന്നരായവർക്ക് തൊഴിൽ ലഭ്യമാകാനും ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് കേരള നോളേജ് എക്കണോമി മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. കേരള നോളേജ് എക്കണോമി മിഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ മാറ്റാനും വിദ്യാസമ്പന്നരായവർക്ക് എന്താണ് തൊഴിൽ ലഭിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് KKEM സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ, തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ KDISC ഒന്ന് ഓർത്തിരിക്കട്ടോ. 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 2018 അതിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൽ തന്നെ വന്നിട്ടുള്ളതാണ് രണ്ട് പദ്ധതി, YIPയും പിന്നെ KKEM കേട്ടോ. അത് രണ്ടൊന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കിയിട്ട് നല്ല പോയിന്റുകളൊക്കെ നോട്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. അടുത്തതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന ആശയങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റുന്നതിനും സംസ്ഥാനത്തെ ഒരു പ്രമുഖ കേന്ദ്രമാക്കി മാറ്റുന്നതിനും വേണ്ടി 2006 ആരംഭിച്ചിട്ടുള്ള നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്നോവേഷൻ ഹബ്ബുകൾ, ഇൻക്യുബേറ്ററുകൾ, ഫണ്ടിംഗ് പിന്തുണ, മെൻറ്റർഷിപ്പ്, രാജ്യാന്തര എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകുന്നതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. 2006 ഇത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കണേ. ഇതാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് കടക്കാം. ഇവിടെ കുറച്ച് ലോഹങ്ങളും അയിരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിപ്പോകാം. ഇതെല്ലാം അറിയണത് തന്നെയാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഒരു റിവിഷനും കൂടെ ആയിക്കോട്ടെ. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ് കേട്ടോ. ലിമോണൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ് കേട്ടോ. ഇരുമ്പിൻ്റെയാണ് അയിരുകൾ. ഇനി ചെമ്മിൻ്റെയാണ് ചാൽക്കോപെറൈറ്റ്, നേറ്റീവ് കോപ്പർ കേട്ടോ. ചാൽക്കോപെറൈറ്റ്, നേറ്റീവ് കോപ്പർ ഇതിൻ്റെ അയിരാണ്, ചെമ്പിൻ്റെയാണ് കേട്ടോ. ഇരുമ്പിൻ്റെത് എപ്പോഴും ചോദിക്കുന്നത് ഈ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാംഗനീസിൻ്റെ പൈറോലുസൈറ്റ്, സിലിമോലൈൻ എന്ന് പറയുന്നതാണ് കേട്ടോ. പൈറോലുസൈറ്റ്, സിലിമോലൈൻ എന്ന് പറയുന്നതാണ്, സിലിമേലൈൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ പൈറോലുസൈറ്റ്, സിലോമെലൻ എന്ന് പറയുന്നത് മാംഗനീസിൻ്റെ അയിരാണെന്ന് ഓർത്തിരിക്കുക. അലൂമിനിയത്തിൻ്റെയാണ് ബോക്സലൈറ്റ്, അലുബോക്സ്, അലുമിനിയം. പിന്നെ ക്രോമിയത്തിൻ്റെയാണ് ക്രോമൈറ്റ്, ക്രോമൈറ്റ്, അലുമിനിയം, ബോക്സൈറ്റ്. അലുമിനിയം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലെഡിൻ്റെയാണ് ഗലീന. സിങ്കിൻ്റെത് സ്ഫാലറൈറ്റ് ആണ് കേട്ടോ. സിങ്കിൻ്റെ സ്ഫാലറൈറ്റ്. സ്വർണത്തിൻ്റെയാണ് നേറ്റീവ് സ്വർണം. ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈല്. യുറേനിയത്തിൻ്റെയാണ് യുറാനി നെറ്റ്. ഇതൊക്കെ പുതിയതാണല്ലേ.
പുതിയ ബുക്കിലുള്ളതാണ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി അഥവാ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ലെഡ്, ഗലീന, സിങ്ക്, സ്ഫാലറൈറ്റ്, നേറ്റീവ് സ്വർണം, സ്വർണത്തിൻ്റെയാണ് നേറ്റീവ് സ്വർണം, ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈല്, യുറേനിയം, യുറാനിനെറ്റ്, ക്രോമിയം, ക്രോമൈറ്റ്, ബോക്സൈറ്റ്. അപ്പോൾ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ 10th പ്രിലിമിനറി എക്സാമിൻ്റെ ആ സമയത്തൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് ബോക്സ് അലൂന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബോക്സൈറ്റ്, അലൂമിനിയം. അപ്പോൾ മാംഗനീസ്, പൈറോലിസൈറ്റ്, സിലോമെലൻ, പിന്നെ ചെമ്പ്, ചാൽക്കോപ്പറൈറ്റ്, നേറ്റീവ് കോപ്പർ, ഇരുമ്പ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കിയിരിക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി ഏതാണ്? കാരജാസ് ആണ് കേട്ടോ. കാരജാസ് ആണ്, ബ്രസീലിലാണുള്ളത് കേട്ടോ. തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീലിലാണ് ഈ കാരജാസ് ഉള്ളത്. അതെന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ് കാരജാസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനമാണ് യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഉള്ളതാണ് എന്താണ്? ഒരു ഗെയ്സർ എന്ന് പറയുന്നത്. യെല്ലോ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഗെയ്സർ ഉണ്ട് അവിടെ. 300-ലധികം ഗെയ്സറുകൾ ഉണ്ട് കേട്ടോ ഈ നാഷണൽ പാർക്കിൽ. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവിടുത്തെ ഗെയ്സർ എന്ന് പറയുന്നത് ഇതാ ചുടുനീരുറവ ഇതാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ അവിടെ എന്താണ് 300-ലധികം ഗെയ്സറുകളുണ്ട്. പിന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദേശീയോദ്യാനമാണ് യെല്ലോ സ്റ്റോൺ. അവിടെ എന്താണ് 300-ലധികം ഗെയ്സറുകളുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എവിടെന്നെങ്കിലും അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബോക്സൊക്കെ എടുത്തിരിക്കുന്നത്. ഹൈഡ്രജനിൽ നിന്നുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് രാസമൂലകമായ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നു. ശുദ്ധമായ ഒരു ഇന്ധനമായി ഈ ഊർജം പ്രയോജനപ്പെടുത്താം. കാരണം ഇത് കത്തുമ്പോഴോ ഇന്ധന സെല്ലിൽ ഉപയോഗിക്കുമ്പോഴോ ചെയ്യുമ്പോൾ ജലബാഷ്പം മാത്രമേ പുറത്തുവിടുന്നുള്ളൂ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നില്ല എന്നതാണ് ഈ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഗതാഗതം മുതൽ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന ഊർജ്ജമാണ് ഇത് എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന നാളുകളിൽ ഊർജ്ജങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ഹൈഡ്രജൻ പ്രധാന പങ്ക് വഹിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന മേന്മ എന്ന് പറയുന്നത് ഇതെന്താണ്? മാലിന്യങ്ങൾ പുറന്തള്ളുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇത് ജലബാഷ്പം മാത്രമാണ് പുറത്തുവിടുന്നത്. കൂടാതെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ലോക ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14 അല്ലേ? ലോക ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. സൗരോർജ്ജ മാതൃകകൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ്. അത് നമുക്കറിയാലോ അല്ലേ? സിയാല് പൂർണ്ണമായിട്ടും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ തന്നെ വേറൊന്നും കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാനിൽ താർ മരുഭൂമിയിലെ ബഡ്ഗയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ സൗരോർജ്ജ നിലയമാണ് ബഡ്ക സോളാർ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. 14,000 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സൗരോർജ്ജ നിലയത്തിന് 2245 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയങ്ങളിൽ ഒന്നാണ് രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്തിട്ടുള്ള സൗരോർജ്ജ നിലയം. ബഡ്ക സോളാർ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബഡ്ക സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? രാജസ്ഥാനിലാണുള്ളത് കേട്ടോ. നേരെ നമ്മൾ ഫിസിക്സിലേക്ക് കടന്നു കേട്ടോ. ആവൃത്തി കൂടിയതും കുറഞ്ഞതുമായ ശബ്ദങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് പരിധിയുണ്ട്. സാധാരണ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ് കേട്ടോ. 20 ഹെർട്സിൽ താഴെയുള്ള ആവൃത്തിയുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് കേട്ടോ. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ളതാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലാണ് 20,000 ഹെർട്സിനും പിന്നെ 20 ഹെർട്സിനും 20,000 ഹെർട്സും ആണ് നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് കേട്ടോ. 20 മുതൽ 20,000 വരെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണേ. ഇതും കൂടെ ഹെർട്സിൻ്റെ ഇതും കൂടെ ഇട്ടോളൂ. ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഞാൻ എഴുതിയതിൻ്റെ ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. മറ്റേ മെട്രൺ ഗ്രേഡ് 2 അതാണെന്ന് തോന്നുന്നു. അതിൽ ചോദിച്ചു കണ്ടിട്ടുണ്ടേ. ഇനി നമ്മൾ നേരെ ഇംഗ്ലീഷിലേക്ക് കടന്നു. ഞാനിത് എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് 10ാം ക്ലാസ്സിൽ തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയിൽ ഏരിയയിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തവർക്കറിയാം.
ഒരു ഓണോമാറ്റോപോയിക് വേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് ഏതാണ് ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഓണോമാറ്റോപോയിക് വേർഡ് എന്ന് പറഞ്ഞത്, ഓണോമാറ്റോപോയിക് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആൻസർ വന്നിട്ടുള്ളത് സ്പ്ലാഷ് എന്നായിരുന്നു കേട്ടോ. സ്പ്ലാഷ് അതെന്ന് പറഞ്ഞാൽ ഈ സൗണ്ടുകൾ നാമമായിട്ട് വരുന്ന വേർഡുകളാണ് ഈ ഓണോമാറ്റോപോയിക് വേർഡ്സ് എന്ന് പറയുന്നത്. സ്പ്ലാഷ്, പിന്നെ ടക്ക് ടക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലോ സൗണ്ടുകളായിട്ട് വരുന്നത്, അതിനെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ബാർക്ക് അതൊക്കെ ഈ ഓണോമാറ്റോപോയിക് വേർഡിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ളൊരു വേർഡ് പോലെ തോന്നി. നമ്മളത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ എക്സാമിന് ഞാൻ എഴുതിയതാണ്, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുപോലുള്ളത് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ. ഹോണോണിംസ് എന്ന് പറയുന്നത് കേട്ടോ, ഹോമോണിംസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോമോണിംസ് കേൾക്കാൻ തന്നെ രസമുണ്ട് അല്ലേ. ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ ആർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം സ്പെല്ലിംഗ് ഓർ പ്രൊനൗൺസിയേഷൻ ബട്ട് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ എന്താണ് ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഇവിടെ 2 വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ദ ഡാഷ് വാസ് എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ദ വെദർ വാസ് ഓൾസോ ഡാഷ് ഔട്ട്സൈഡ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫെയർ എന്നാണ് കേട്ടോ വരിക. ഫെയർ കണ്ടോ. ദ ഫെയർ വാസ് എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ദ വെദർ വാസ് ഓൾസോ ഫെയർ ഔട്ട്സൈഡ്. ഇവിടെ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു അർത്ഥമാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, എന്താണ് നല്ലത് എന്നുള്ളൊരു മീനിങ്ങാണ് അവിടെ വരുന്നത്. വെതർ നല്ലതായിരുന്നു, പുറത്ത് വെതർ നല്ലതായിരുന്നു എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. രണ്ടിൻ്റെയും സ്പെല്ലിങ് സെയിം ആണ്, പക്ഷേ എന്താണ് ഡിഫറെൻറ്റ് മീനിങ് ആണ്. ദ സെക്യൂരിറ്റി പേഴ്സണൽ വിൽ സൂട്ട് ദ ഡോർ വിച്ച് ഈസ് ഡാഷ് ടു ദ റിസപ്ഷൻ. ഇവിടെ ക്ലോസ് എന്നാണ് വരുന്നത്, ക്ലോസ്. ദ സെക്യൂരിറ്റി പേഴ്സണൽ വിൽ ക്ലോസ് ദ ഡോർ വിച്ച് ഈസ് ക്ലോസ് ടു ദ റിസപ്ഷൻ. ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ എന്താണ് ആ ഡോർ അടയ്ക്കും എന്നുള്ള മീനിങ്ങാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ക്ലോസിനുള്ളത് അടുത്ത് എന്നിട്ടുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ സെയിം എന്താണ്, സെയിം സ്പെല്ലിംഗ് ആണ്, പക്ഷേ എന്താണ് മീനിങ് എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സാണ് ഹോമോണിംസ് എന്ന് പറയുന്നത് കേട്ടോ. ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ എന്താണ് എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി അതേപോലത്തെ ഒരു വേർഡാണ് പോർട്ടുമെൻറ്റോ എന്ന് പറയുന്നത് കേട്ടോ. എ പോർട്ടുമെൻറ്റോ വേർഡ് ഈസ് ഫോംഡ് ബൈ ബ്ലെൻഡിങ് 2 or more words to create a new one, combining some aspects of the sound and meaning of the combined words. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാം കോഡർ എന്ന് പറഞ്ഞുള്ള എക്സാം കൊടുത്തിട്ടുണ്ട്. ക്യാമറയും റെക്കോർഡറും ചേർന്നാണ് ക്യാം കോഡർ എന്ന് പറയുന്നത്. എ പോർട്ടബിൾ വീഡിയോ ക്യാമറ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് എ വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡർ. വീഡിയോയും ഓഡിയോയും കൂടെ എന്താണ് സംയോജിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു പോർട്ടബിൾ വീഡിയോ ക്യാമറയാണ് ക്യാം കോഡർ എന്ന് പറയുന്നത്. അപ്പോൾ 2 വേർഡ്സ് ക്യാമറയും റെക്കോർഡറും കൂടെ ചേർന്നിട്ടുള്ളൊരു വേർഡാണ് ക്യാം കോഡർ എന്ന് പറയുന്നത്. അത് ഈ 2 വേർഡിൻ്റെയും എന്താണ് മീനിങ്ങും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്യാം കോഡർ എന്ന് പറഞ്ഞാൽ ഈ 2 ക്യാമറയുടെയും റെക്കോർഡറിൻ്റെയും എന്താണ് 2ൻ്റെയും സവിശേഷതകളും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വേർഡുകളാണ് പോർട്ട്മാൻറ്റോ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കണേ. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേ നമ്മുടെ ബ്രഞ്ച് എന്നുള്ള വേർഡ് കേട്ടോ. ബ്രഞ്ച് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർന്നതാണ് ബ്രഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്നിട്ടുള്ളതാണ് ബ്രഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ 2ൻ്റെയും ഇടയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡ് ആയിട്ടുള്ളതാണ് ബ്രഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിൽ കഴിക്കുന്ന ചെറിയൊരു സ്നാക്ക് ആണ് ബ്രഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് 2ഉം കൂടെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ബ്രഞ്ചും ലഞ്ചും കൂടെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ബ്രഞ്ച് എന്നുള്ളൊരു വേർഡ് കിട്ടി. എന്താണ് മീനിങ് വരുന്നത്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെയുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ബ്രഞ്ച് മാത്രമല്ല, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്മോഗ്. ഏതാണ് സ്മോക്കുമുണ്ട് ഫോഗുമുണ്ട് കേട്ടോ. സ്മോക്ക് പ്ലസ് പിന്നെന്താണ് ഫോഗാണ് സ്മോഗ് എന്ന് പറയുന്നത് കേട്ടോ. സ്മോക്ക് പ്ലസ് ഫോഗാണ് സ്മോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷനിലൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുക്കണുള്ളൂ. ഇത്രയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
പിന്നെ ഓൾ എന്ന ഓപ്ഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനേബിൾ ചെയ്തിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്